ഒരു സൂത്രക്കാരനായ കുറുക്കൻ ആരും അറിയാതെ ഗുഹയിൽ മീൻ സൂക്ഷിച്ചു വെച്ച് അത് സുഖമായി തിന്നാറാണ് അവന്റെ പതിവ്. മഞ്ഞുകാലത്ത് ഒരു മീൻ വണ്ടിയിൽ നിന്ന് കുറച്ച് മീനുകളും മോഷ്ടിച്ച് അത് ഗുഹയിലേക്ക് കൊണ്ടുപോകുന്ന കുറുക്കനെ അവനോട് ദേഷ്യമുള്ള ഒരു ചെന്നായ പിന്തുടർന്നു. ഗുഹയിലേക്ക് തലയിട്ട് ചെന്നായ 2 മീൻ തരുവോ സേട്ടാ എന്ന് ചോദിച്ചപ്പോൾ കുറുക്കൻ 2 മീൻകുട്ടികളെ കിലുക്കി കൊടുത്തു. തന്നെയും മീൻ പിടിക്കാൻ ഇതുപോലെ പഠിപ്പിക്കുമോ എന്ന് ചെന്നായ ചോദിച്ചു. ഓ അതിനെന്താന്ന് പറഞ്ഞു കുറുക്കൻ ചെന്നായെയും കൂട്ടി തണുത്തുറഞ്ഞ നദിക്കരയിലേക്ക് കൊണ്ടുപോയി. മഞ്ഞ് കൊണ്ടുറഞ്ഞ നദിയിൽ ഒരു ഓട്ടയിലൂടെ വാലിട്ടാല് മീൻ കുടുങ്ങുമെന്ന് വിശ്വസിച്ച് ചെന്നായുടെ വാല് വെള്ളത്തിലിട്ട് വെച്ചു. രാവിലെ ആകുമ്പോഴേക്കും മീൻ വാലിൽ കുടുങ്ങുമെന്ന് പറഞ്ഞു പാവം ചെന്നായെ അവിടെ വിട്ട് കുറുക്കൻ മടയിലേക്ക് പോയി. പാവം ചെന്നായ രാത്രി മുഴുവൻ തണുപ്പിൽ കാത്തിരുന്നെങ്കിലും വണ്ടി പോയിട്ട് 2 പരിപ്പ് പോലും വന്നില്ല. രാവിലെ ആയപ്പോഴേക്കും വാല് മഞ്ഞിൽ ഉറഞ്ഞു പോയി. അന്നേരം അവിടേക്ക് വന്ന പെണ്ണുങ്ങള് അവനെ കണ്ട് വാണ്ടിക്കൊണ്ട് അടിച്ചതോടെ ജീവൻ രക്ഷിക്കാൻ വാല് മുറിച്ച് അവന് രക്ഷപ്പെടേണ്ടി വന്നു. ദേഷ്യത്തോടെ കുറുക്കന്റെ അടുത്തെത്തിയപ്പോൾ കുറുക്കന് സൂത്രത്തില് ഗ്രാമത്തിലൊരു കല്യാണ വീട്ടില് ചിക്കനും മട്ടനും ഉണ്ടെന്നും പറഞ്ഞ് വീണ്ടും ചെന്നായെ കൂട്ടുകൊണ്ടുപോയി. ആ വീട്ടില് പൊളിച്ച് കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറുക്കൻ പുറത്ത് വന്ന് നാട്ടാരെ വിളിച്ചുകൂട്ടി. അവരെല്ലാം കൂടെ ചേർന്ന് പാവം ചെന്നായെ അടിച്ചു പരിപ്പാക്കി. ഈ സമയം കുറുക്കന് അവനും അടിയേറ്റതായി നടിച്ച് ചെന്നായയെ വശീകരിച്ചു. പാവം തോന്നിയ ചെന്നായ അവനെ അവന്റെ പുറത്തിരുത്തി ഗുഹയിലേക്ക് കൊണ്ടുപോയി. ഗുഹയിലെത്തിയതും കുറുക്കൻ വേഗം മാളത്തിലേക്ക് ചാടി. ചെന്നായ അവന്റെ കാല് പിടിച്ച് വലിച്ചെങ്കിലും കുറുക്കൻ വീണ്ടും അവനെ പറ്റിച്ചു. അത് എന്റെ കാലല്ലട മരമണ്ട, മരത്തിന്റെ വേരാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. എങ്കിലേ പറ, നിങ്ങൾക്കിതിൽ കുറുക്കന്റെ സ്വഭാവമാണോ അതോ ചെന്നായയുടെ സ്വഭാവമാണോ എന്ന് കമന്റ് ചെയ്യൂ.